LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDFന് വ്യക്തമായ ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 9ാം റൗണ്ടിൽ ഒറ്റ റൗണ്ടിൽ മാത്രം നേരിയ വോട്ടിന്റെ ലീഡാണ് ഈ റൗണ്ട് കണക്ക് വെച്ച് നോക്കുമ്പോൾ LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ബാക്കി പോത്തുകല്ല്, ചുങ്കത്തറ ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും UDFന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് PV അൻവർ പിടിച്ച വോട്ടുകൾ LDFന്റേതാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അതിന്റെ വ്യക്തമായ കണക്ക് വരണം. 9,000 കടന്നിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് എന്നുള്ളതാണ്. ഇനി എണ്ണിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ നഗരസഭാ പ്രദേശങ്ങളാണ്. വീട്ടിക്കുണ്ട്, മുതുകാട്, മുക്കട്ട അടക്കമുള്ള 14ാം റൗണ്ട് ഉൾപ്പെടെയാണ് എണ്ണുന്നത്. അത് ഇനി എന്തായാലും LDFന്റെ മേൽക്കൈയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഇപ്പോഴത്തെ 9,430 എന്ന ലീഡ് മറികടക്കുക അസാധ്യമാണ് എന്ന് പറയാം. അടുത്തത് കരുളായി പഞ്ചായത്തിൽ കടക്കുന്നത് 15ാം റൗണ്ടോട് കൂടി നിലമ്പൂർ നഗരസഭയുടെ പകുതിയും പിന്നീട് കരുളായി പഞ്ചായത്താണ്. കരുളായി പഞ്ചായത്ത് ഈ LDFനും UDFനും ആധിപത്യം ഉണ്ടെങ്കിലും കഴിഞ്ഞ ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇപ്പോൾ UDFന് ആധിപത്യം ഉണ്ട്. അന്ന് ഈ മുസ്ലിം ലീഗ് പ്രശ്നമുണ്ടായിരുന്ന ഒരു സമയത്താണ് കഴിഞ്ഞ തവണ അത്തരം ഒരു ഇതിലേക്ക് പോയത്. ഇപ്പോൾ UDF ആധിപത്യമുണ്ട്. അവസാനം ഉള്ള അമരമ്പലം മാത്രമാണ് ഇനി LDFന് പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ലീഡ് മറികടക്കാൻ അതിലൂടെ കഴിയില്ല. അതുകൊണ്ട് വിജയം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. 13 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഏതാണ്ട് 9,430 തൊട്ട് 10,000 വോട്ടിന്റെ ലീഡിലേക്ക് ഷൗക്കത്ത് എത്തുകയാണ്. ഇനി ഷൗക്കത്തിനെ അട്ടിമറിക്കാൻ ഇനിയുള്ള റൗണ്ടുകൾ കൊണ്ട് സ്വരാജിനോ മറ്റാർക്കുമോ സാധിക്കില്ല എന്നുറപ്പായി കഴിഞ്ഞു. വിജയം ഉറപ്പിച്ചിരിക്കുന്നു ഷൗക്കത്ത്. അതിനർത്ഥം UDF എത്രയാണോ അവർ ലീഡ് നില പ്രവചിച്ചത് ആ ലീഡ് നിലയിലേക്ക് അവർ കടക്കുകയാണ്. കാരണം അവർക്ക് സാധ്യമല്ലാതിരുന്ന, അവർക്ക് ബാലികേറാമലയായിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് UDFന്റെ മുന്നേറ്റം. അതായത് തുടക്കത്തിൽ വഴിക്കടവിൽ PV അൻവർ എഫക്റ്റ് ഉണ്ടാക്കിയ UDFന്റെ മോഹഭംഗം പിന്നീട് മറ്റെല്ലാ റൗണ്ടുകളിലും UDF മറികടന്നിരിക്കുന്നു. സ്വരാജിന് ഒരു ഘട്ടത്തിൽ പോലും ആര്യാടൻ ഷൗക്കത്തിന് വെല്ലുവിളിയാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വോട്ടെണ്ണൽ ദിവസത്തെ പ്രത്യേകത. ഈ വോട്ടെണ്ണൽ, ഈ ഫലം എന്ത് സൂചനയാണ് നൽകുന്നത് എന്നും വ്യക്തമാണ്. കൃത്യമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിലെങ്കിലും പ്രതിഫലിച്ചിരിക്കുന്നു. ഇത് എന്തൊക്കെ തിരുത്തലുകൾ ഇനിയുള്ള മാസങ്ങളിൽ LDF സർക്കാർ വരുത്തും? വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ട്രാറ്റജി നിലമ്പൂരിലെ തന്നെയാകുമോ? നിലമ്പൂരിൽ ഉന്നയിച്ച ആരോപണങ്ങൾ, നിലമ്പൂരിൽ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഉന്നയിക്കുമ്പോൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്ന ഫലസൂചനകൾ നൽകുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള റൗണ്ടുകളിൽ ഏതാണ്ട് മുഴുവൻ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാലും ഈ ഭൂരിപക്ഷം മറികടക്കുക സ്വരാജിന് സാധ്യമല്ല. ഇനി ഈ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കേണ്ടത്. അതേസമയം UDF കൺവീനർ അടൂർ പ്രകാശ് പ്രവചിച്ചത് ഇനിയുള്ള റൗണ്ടുകൾ എണ്ണുമ്പോൾ 10,000-ലധികം വോട്ടിന്റെ ലീഡ് ഞങ്ങൾ നിലനിർത്തിയിരിക്കും, ഞങ്ങൾ പ്രവചിച്ചതും അത് തന്നെയാണ് എന്നാണ്. അതിലേക്ക് പോകുമോ എന്നുള്ളത്, അതല്ല ഇനി ഈ ലീഡ് നില കുറയുമോ എന്നുള്ളതാണ് ഇനിയുള്ള റൗണ്ടുകളിൽ നോക്കാനുള്ളൂ. അസ്ലമിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. അസ്ലം, ഇനി ലീഡ് കുറയാനാണോ സാധ്യത, കൂടാനാണോ? ലീഡ് കൂടുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 12 കഴിഞ്ഞ് 13 കഴിഞ്ഞ് 14 കഴിയും. 14 എന്ന് പറയുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി തന്നെയാണ്. LDF UDF തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണ്. LDF UDF തമ്മിൽ നേരിട്ടുള്ള പോരാട്ട സ്ഥലത്തൊക്കെ തന്നെ UDFന്റെ മേൽക്കോയ്മ ലഭിച്ചിട്ടുണ്ട്. PV അൻവർ ഉള്ള സ്ഥലത്ത് മാത്രമാണ് വോട്ട് കുറയുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ PV അൻവർ ഫാക്ടർ വളരെ കുറവായ സാഹചര്യത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും UDF നില മെച്ചപ്പെടുത്തും, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കരുളായും അമരമ്പലവും മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിക്കെട്ട് പരിക്കുണ്ടാക്കാൻ ഇനി സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചത് തന്നെ 15ാമത്തെ റൗണ്ടിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പൂർത്തിയാകുമ്പോൾ 11,000 എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 9,000 കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് 10,000 മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്.